ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് ഞാനിന്ന് വെക്കുന്നത്. ചട്ടിക്കകത്ത് വെക്കുമ്പോൾ ചിക്കൻ പെരട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചട്ടിക്കകത്ത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. വലിയ ചട്ടി വേണം, ഇച്ചിരി വട്ടമുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ചിക്കൻ പെരട്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ കടുകല്ല പെരുംജീരകമാണ് ഇടുന്നത്. പെരുംജീരകം ഇട്ട് നന്നായി അത് പൊട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കറുവാപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണിത്. പിന്നീട് ഞാനിതിനകത്ത് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. ചിക്കൻ പെരട്ടിനകത്ത് തേങ്ങ ഒക്കെ മൂത്ത് കിട്ടുന്നത് നല്ലതാണ്. അത് തേങ്ങാക്കൊത്തിട്ട് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് മൂപ്പിക്കേണ്ടതുണ്ട്. അന്നേരം ഇഞ്ചിയൊക്കെ മൂത്തന നല്ല മണമൊക്കെ നമുക്കിപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ഇപ്പം നല്ല ബ്രൗൺ കളറായി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് 2 സവോളയും 10-15 കൊച്ചുള്ളിയും കൂടെയാണ് ഞാനിത് അരിഞ്ഞെടുത്തേക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇത് നമുക്കിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. സവോള നന്നായി മൂത്ത് വരണം. ആവശ്യത്തിന് കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്കിത് ബ്രൗൺ കളർ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം എന്താ, ഉള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. അതിനുവേണ്ടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ആദ്യമായിട്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 1.5 സ്പൂണ് ചേർക്കാവുന്നതാണ്. പിന്നീട് 2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. 1 സ്പൂണ് ഗരം മസാലയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ പൊടിയുടെ എല്ലാം പച്ചമണം നമുക്ക് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിത് നന്നായി ചെറിയ തീ വെച്ചിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നീട് അടച്ച് വെച്ച് നമുക്കിത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ലോ ഫ്ലെയിം, ആവശ്യത്തിന് ഉപ്പ് വിടണം. ഉപ്പും കൂടിയിട്ട് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളിയെല്ലാം വേണ്ട നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. മസാലയും നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ചിക്കൻ വേകാൻ വേണ്ടി നമുക്കിനിപ്പോൾ ഒരു ചിക്കനെല്ലാം ഇളക്കി കഴിയുമ്പോൾ നമുക്കതിനകത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇടണം. അതിനുശേഷം നമുക്ക് 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഇപ്പം നന്നായി ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ പെരട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ ഇതിന് ചിക്കനിനകത്ത് തന്നെ വെള്ളം നന്നായി ഇറങ്ങി കിട്ടുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ടു. അതിനുശേഷം 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടുക. ഞാനിപ്പോൾ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നീട് ഒരു 3 വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചാറ് ചേർത്തില്ല, വെള്ളം ഒട്ടും ചേർക്കാൻ തന്നിട്ട് നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ 20-25 മിനിറ്റ് വേവിച്ചെടുത്തു. ഇപ്പം ചിക്കൻ കറി നല്ലതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ പെരട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. താങ്ക് യു.